ചട്ടമ്പിസ്വാമി തിരുവടികളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രേക്ഷകരോടൊപ്പം പ്രഗത്ഭനായ ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനും തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ഭാഷാശാസ്ത്ര വിഭാഗം പ്രൊഫസറും ആയ ഡോക്ടർ എം ശ്രീനാഥ്. ഈ സ്ഥലത്താണ് ഈ അധിനിവേശം വരുന്നത്. അധിനിവേശം വരുന്നിട്ട് നമുക്ക് ഏത് എല്ലാ സംസ്കാരങ്ങളെയും ഇതൊന്നുമല്ല സംസ്കാരം, ഇതൊക്കെ അപരിഷ്കൃതത്വമാണ്. ഈ അപരിഷ്കൃതത്വത്തിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കണം. ആ മോചിപ്പിക്കാനുള്ള വഴി ആധുനിക വിദ്യാഭ്യാസമാണ്. ആ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് മെക്കാളെ മിനിറ്റ്സിൽ പറയുന്നത്, ഇന്ത്യക്കാരായിരിക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും യൂറോപ്പുകാരെ പോലെ ആയിരിക്കണം. ആ മനസ്സുള്ളവരായിരിക്കണം. നമ്മുടെ ഇന്ദുലേഖയിലെ മാധവൻ കടന്നു വരുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇങ്ങനെ ആധുനികീകരണം എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്ന ഒരു അധിനിവേശം, ആ അധിനിവേശത്തോടൊപ്പം ഉണ്ടാകുന്ന ധൈഷണിക അധിനിവേശം, സാംസ്കാരിക അധിനിവേശം, മതാധികാര അധിനിവേശം, ഈ അധിനിവേശങ്ങളാണ് ഈ പറയുന്ന ഒരു കൊളോണിയൽ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ കൊളോണിയൽ വിക്ടിംസ്, കൊളോണിയലിസത്തിൻ്റെ ഇരകളായതോടുകൂടി നമ്മൾ ഈ കൊളോണിയലിസത്തെ നമുക്ക് തന്ന നന്മകളായിട്ടാണ് ഇതിനെ പലതും മനസ്സിലാക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചു, നമുക്ക് ശാസ്ത്രബോധം വന്നു, നമുക്ക് പാശ്ചാത്യ അതായത് ആഗോള ചിന്ത വന്നു, ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിൽ നടക്കുന്ന ധൈഷണികമായിട്ടുള്ള മുന്നേറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു. നമ്മളിതിനെയൊക്കെ ഇറക്കുമതി ചെയ്യുന്നു. അങ്ങനെ ഒരു ഇമ്പോർട്ടിങ് ഇൻ്റലക്ച്വൽ ഇമ്പോർട്ട് നടത്താനുള്ള ഒരു പരിസരം അവർ ഒരുക്കി വെച്ചു. ഇന്നും അത് തുടരുന്നു. അങ്ങനെ വ്യവസായം, അതൊരു ഡിസ്കോഴ്സ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ പാശ്ചാത്യ ബോധത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചട്ടമ്പിസ്വാമികളെ നാം എങ്ങനെ കാണുന്നു എന്ന ചോദ്യം വരുന്നത്. ചട്ടമ്പിസ്വാമികളെ വെള്ളമുണ്ടെടുത്ത കാഷായം ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ക്ഷേത്ര സംസ്കാരത്തെ പ്രൊമോട്ട് ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള വിശേഷണങ്ങൾ പറയാം. അതുപോലെ ഒരുപാട് സ്ഥാനപ്പേരുകൾ കൊടുത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ കുറേ കരയോഗങ്ങളുടെ പേരുകളാക്കി അദ്ദേഹത്തെ മാറ്റാം, ഇങ്ങനെ കുറേ പ്രതിമകളാക്കി മാറ്റാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് ചട്ടമ്പിസ്വാമികളെന്ന് മനസ്സിലാക്കുന്നത്. ചട്ടമ്പിസ്വാമികളൊഴിച്ച് മറ്റൊരാളിനെ കേരളത്തിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കാൻ കഴിയില്ല എന്താണ് കൊളോണിയൽ വിരുദ്ധത എന്നതിൻ്റെ ഭാരതീയമായിട്ടുള്ള മുഖം എന്നത് നിർവചിച്ചെടുത്ത മനുഷ്യൻ എന്നതാണ്. അതിനെയാണ് ബദൽ ആധുനികത അഥവാ തദ്ദേശീയ ആധുനികത എന്ന് പി രവീന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിച്ച കൊളോണിയൽ ആധുനികതയാണ് മലയാളിയെ സൃഷ്ടിച്ചത്, മലയാളിക്ക് ഈ ബോധം കിട്ടിയത്. കാരണം ശ്രീനാരായണ ഗുരു പോലും ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, യൂറോപ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം നൽകിയത്. അതിൻ്റെ സന്ദർഭത്തിലേക്ക് കടന്നു വരാൻ പിന്നീട് ഒരു അവസരത്തിലാകാം. പക്ഷേ ഇവിടെ ചട്ടമ്പിസ്വാമികൾ പാശ്ചാത്യ ആധുനികതയുടെ സൃഷ്ടാവല്ല, പാശ്ചാത്യ ആധുനികതയുടെ പ്രയോക്താവല്ല, പാശ്ചാത്യ ആധുനികതയെ ഇവിടെ പ്രാവർത്തികമാക്കുകയോ അതിൽ വിശ്വാസം അർപ്പിക്കുകയോ അതുവഴി വിമോചനമുണ്ടാകുമെന്ന് വിധരിച്ചതോ ആയ ഒരു വ്യക്തിയല്ല. അതാണ് അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുക്കുന്നത് ഏത് ഘടനയിലെന്ന് നോക്കുക. ഭാരതീയമായ ചിന്താ പദ്ധതിയിൽ നിന്ന് തന്നെ അബ്രാഹ്മണീകരണം നടത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗം. എന്താണ് ഈ പ്രക്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയ വിജ്ഞാനങ്ങളെല്ലാം ഇരിക്കുന്ന സംസ്കൃതം, ഭാരതീയ വിജ്ഞാനങ്ങളുടെ ഉറവിടമായ സംസ്കൃതത്തിൻ്റെ ഉടമകൾ, അറിവിൻ്റെ ഉടമകളായ ബ്രാഹ്മണർ, അവർ നിഷ്കർഷിക്കുന്ന അവർ പ്രമാണങ്ങൾ, ആ പ്രമാണ പരമ്പരകൾ, അവയുടെ വഴക്കങ്ങൾ, ഇതാണ് ഭാരതത്തിൻ്റെ ചിന്താപദ്ധതി എന്ന് മനസ്സിലാക്കുകയും ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം എന്ത് എന്ന് ആലോചിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ബദൽ പ്രതിരോധ പദ്ധതി നടപ്പിലാക്കി എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭാവന.